എന്താണ് പ്രശ്നം? പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തമ്മിൽ എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ പങ്കെടുക്കുകയും ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വിവാദമൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. മൂന്നാംകിട ചാനലിനേക്കാൾ ന്യായമാണോ ഇത്? നായന്റെ മുഖത്ത് നോക്കി പറയാനുള്ള സ്വഭാവ സന്തോഷം പഠിച്ചോണ്ടാണ് സായിയോട്. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. അപ്പോൾ അതില് ഒരു സായി കൃഷ്ണ എന്ന് പറഞ്ഞ ഒരാൾ, എന്തൊരു യൂട്യൂബർ ആണെന്നാണ് പറയുന്നത്. പുച്ഛത്തോടെ അല്ലാതെ എപ്പോഴൊക്കെ നീ ഞങ്ങൾ നോക്കിയിട്ടുണ്ടോ? സ്വാഭാവികം. അങ്ങനെ ഈ കാറിലൊക്കെ ഇരുന്നാണ് എപ്പോഴും വീഡിയോ ഇടാറുള്ളത്. അവന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. ഒന്നുകിൽ കാറിലുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ബഹിരാകാശത്തുണ്ടാവും. അതെന്നെ വർത്താനം പറഞ്ഞു പോയി. കാറിൽ വന്നിരുന്ന് അടുത്ത വീഡിയോ ഇടുന്നു, വീണ്ടും വൈറലാകുന്നു. അപ്പൊ ഒന്നുകിൽ കാറ് അല്ലെങ്കിൽ ബഹിരാകാശം. അപ്പൊ മൂന്നാംകിട ചാനൽ എന്നൊക്കെ കേട്ടപ്പോ ഇങ്ങനെ ആകെ ഒരു കൺഫ്യൂഷൻ കേട്ടോ. അല്ല ഇയാൾക്ക് ആകെ വിഷമമായി. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. കാണിക്കാൻ വേണ്ടിയുള്ള ഓരോ കഷ്ടപ്പാടും 10 ഉറുപ്പിക ഉണ്ടാക്കാനുള്ള ഒരു കളികളാണ്. അതൊക്കെ എന്തോ ആവട്ടെ. ഈ ചാണക കേസിനൊക്കെ ഷാജി പാപ്പൻ വേണോ സാറേ? ഞാൻ പോരെ. കഴിഞ്ഞ ദിവസം സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു പ്രോഗ്രാം കണ്ടു. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അലമ്പ് എന്താണെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കാം. ഒരു ചർച്ചയ്ക്കിടയിൽ സന്തോഷ് പണ്ഡിറ്റും സായി തമ്മിലൊന്ന് ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു. സായിയുടെ ചാനലിൽ നോക്കിയിട്ട് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നുണ്ട്, നിന്നെ പോലുള്ള മൂന്നാംകിട ചാനൽ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മൂന്നാംകിട ചാനലിനേക്കാൾ സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. പുള്ളി പറയാൻ ഉദ്ദേശിച്ചതാണ്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനലുകളെല്ലാം മൂന്നാംകിട ചാനലുകളാണ്. ഈ സന്തോഷ് പണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനലിനെ നോക്കി മൂന്നാംകിട ചാനൽ എന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് ആദ്യത്തെ സിനിമ എടുത്താൽ മതി. ഈ കേരള ജനത ഒന്നടങ്കം തെറി വിളിച്ച ഒരു സിനിമ വേറെ ഉണ്ടാവില്ല. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. തിയേറ്ററിൽ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കയറിയ ഒരു സിനിമയാണ് ഇവന്റെ ആദ്യത്തെ പടം. കൃഷ്ണന്റെ ആദ്യം ഒന്നും ആയില്ല. എനിക്കെല്ലാമായി തൃപ്തിയായി.